ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ലിമിറ്റ്സിൻ്റെ പ്രോബ്ലം സൈഡിന് ചെയ്തുകൊണ്ട് വന്നത് അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഇവാലുവേറ്റ് ഫോളോയിങ് ലിമിറ്റ്സ്. ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 3 റേസ് ടു n, ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി e റേസ് ടു മൈനസ് n, ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി e പ്ലസ് 2/3 റേസ് ടു n ഹോൾ റേസ് ടു 4. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. ആദ്യത്തെ പ്രോബ്ലം എന്താണ്? ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 3 റേസ് ടു n. അപ്പോൾ നമുക്കറിയാം ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു റിസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. r റേസ് ടു n-ൻ്റെ വാല്യൂ എന്താണ്? ഇൻഫിനിറ്റി ഇഫ് r ഗ്രേറ്റർ ദാൻ 1, ഇനി 1 ഇഫ് r ഈക്വൽ ടു 1, 0 ഇഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ 1. ഇങ്ങനെ ഒരു റിസൾട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കി നോക്കുക, ഇത് ഏത് ഫോമുല ഉള്ളത്? 3 റേസ് ടു n, അതായത് r-ൻ്റെ വാല്യൂ എന്താണ്? 1-നേക്കാളും കൂടുതലാണ്. 3 എന്ന് പറയുന്നത് എന്താണ്? r ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ ഈ ഒരു റിസൾട്ട് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് എഴുതാം? സിൻസ് 3 ഗ്രേറ്റർ ദാൻ 1 ബൈ ലിമിറ്റ് പ്രോപ്പർട്ടി ഓഫ് ലിമിറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? ബൈ പ്രോപ്പർട്ടി ഓഫ് ലിമിറ്റ്, ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി, ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 3 റേസ് ടു n ഇസ് ഈക്വൽ ടു എന്താണെന്ന് കിട്ടി? ഇൻഫിനിറ്റി ആണെന്ന് കിട്ടി. ഒരു സ്റ്റെപ്പിൽ നമ്മൾ ആൻസർ ആയി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി e റേസ് ടു മൈനസ് n. ഓക്കെ, e റേസ് ടു മൈനസ് n-ൻ്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്താ അറിയാം? e എന്നുള്ള വാല്യൂ, അതായത് e-ൻ്റെ വാല്യൂ എന്താണ്? 2 സംതിങ് ആണ്. അതായത് e-ൻ്റെ വാല്യൂ എന്താണ്? ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, e ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമുക്ക് 1/e എന്താണെന്ന് പറയാം? ലെസ് ദാൻ 1 ആണെന്ന് പറയാം, അല്ലേ? e ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ 1/e-ൻ്റെ വാല്യൂ എന്താണ്? ലെസ് ദാൻ 1 ആണ്. ഇനിയിപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി e റേസ് ടു മൈനസ് n ആണ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി e റേസ് ടു മൈനസ് n എന്ന് പറയുമ്പോൾ എന്താണ്? 1/e നമുക്കിതിനെ എഴുതാം. 1/e റേസ് ടു n എന്ന് നമുക്ക് ഇതിനെ എഴുതാം, അല്ലേ? 1/e റേസ് ടു n, അതായത് അല്ലെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1 ഡിവൈഡഡ് ബൈ e ഹോൾ റേസ് ടു n എന്ന് നമുക്ക് എഴുതാം. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കി നോക്കുക, 1/e-ൻ്റെ വാല്യൂ എന്താണ്? ലെസ് ദാൻ 1 ആണ്. 1-നേക്കാളും ചെറുതാണ്. 1-നേക്കാളും ചെറുതാവുമ്പോൾ, അതായത് 0-ൻ്റെയും 1-ൻ്റെയും ഇടയിൽ, അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റിംഗ് വാല്യൂ 0 ആണ്. ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് പറയാം? ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1/e റേസ് ടു n-ൻ്റെ വാല്യൂ 0 ആണ്. 0 ആവാൻ കാരണം എന്താണ്? 1/e-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി, ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി e പ്ലസ് 2/3 റേസ് ടു n ഹോൾ റേസ് ടു 4. ഇങ്ങനെയാണ് നമ്മളെ ക്വസ്റ്റ്യൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ റേസ് ടു 4 എന്നൊക്കെ വരുന്ന സമയത്ത് നമ്മളെ മൈൻഡിലേക്ക് ഏതാണ് വരേണ്ടത്? നമ്മൾ ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് വരണം. കാരണം റേസ് ടു എന്നൊക്കെ കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ റേസ് ടു 4, 5 എന്നൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ പ്രോപ്പർട്ടിയിലേക്ക് വരിക. പ്രോപ്പർട്ടി എന്തായിരുന്നു? ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ഇവിടെ ഫംഗ്ഷൻ എന്താക്കിയെടുക്കുക? എക്സ് റേസ് ടു 4 ആക്കിയെടുക്കുക. ഓക്കെ, അപ്പം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു 4, അത് നമ്മൾ മൈൻഡിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ എന്തായിരുന്നു ചെയ്തത്? ഇതിൻ്റെ ഉള്ളിലുള്ള ലിമിറ്റ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കും, അല്ലേ? അപ്പോൾ ഉള്ളിലത്തെ ലിമിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി e പ്ലസ് 2/3 ഹോൾ റേസ് ടു n-ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു, ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി, നമ്മളെ ക്വസ്റ്റ്യൻ e പ്ലസ് 2/3 റേസ് ടു n ആണ്. അതായത് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അതായത് ഈ ഒറ്റക്കാണ് e പ്ലസ് 2/3 റേസ് ടു n ആണ് വരുന്നത്. അപ്പോൾ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി e പ്ലസ് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 2/3 ഹോൾ റേസ് ടു n എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ നോക്കി നോക്കുക, ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി e എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ കോൺസ്റ്റൻ്റ് ലിമിറ്റ് എന്ത് തന്നെയാണ് വരിക? കോൺസ്റ്റൻ്റ്. പ്ലസ് ഇനിയിപ്പോൾ നമുക്ക് ഏതിൻ്റെ ലിമിറ്റ് കണ്ടാൽ മതി? ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 2/3 റേസ് ടു n-ൻ്റെ ലിമിറ്റ് കണ്ടാൽ മതി. നമുക്ക് എന്താ അറിയാം? 2/3 എന്ന് പറയുന്നത് ഒരു 2/3-ൻ്റെ വാല്യൂ എത്രയാണ്? ലെസ് ദാൻ 1 ആണ്. 1-നേക്കാളും ചെറിയ വാല്യൂ ആണ്.
അപ്പോൾ 1നേക്കാളും ചെറിയ വാല്യൂ ആണെങ്കിൽ അതിൻ്റെ റേസ് ടു n എന്ന് പറയുന്നത് അതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ എത്രയാണ് വരിക? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. നമ്മളിപ്പോൾ പറഞ്ഞ ലിമിറ്റഡ് പ്രോപ്പർട്ടി വെച്ചിട്ട് തന്നെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2/3 ഹോൾ റേസ് ടു n എന്താണെന്ന് നമുക്കറിയാം? 0 ആണെന്നറിയാം അല്ലേ? അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആൻസർ എന്താണ് വരിക? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി e പ്ലസ് 2/3 റേസ് ടു n എന്ന് പറയുന്നത് എന്താണ്? e പ്ലസ് 2/3 റേസ് ടു n ലിമിറ്റ് എന്താണ് കിട്ടിയത്? 0 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണോ? നമുക്ക് റേസ് ടു 4 ഉണ്ട് അല്ലേ? നമ്മൾ അപ്പോൾ എന്ത് ചൂസ് ചെയ്യാനാണ് പറഞ്ഞത്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു 4 ആയിട്ടാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. എഫ് ഓഫ് എക്സ് എക്സ് റേസ് ടു 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാം? എഫ് എന്നുള്ളത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് അറിയാം അല്ലേ? എഫ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഹെൻസ് ബൈ പ്രോപ്പർട്ടി നമുക്ക് ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം? ഹെൻസ് ബൈ പ്രോപ്പർട്ടി ഓഫ് ലിമിറ്റ്സ് നമുക്ക് എന്ത് എഴുതാം? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി e പ്ലസ് 2/3 റേസ് ടു n ഹോൾ റേസ് ടു 4 ഈക്വൽ ടു, അതായത് എഫ് ഓഫ് എക്സ് എന്നുള്ള ഫോമിലാണ്. അപ്പോൾ എങ്ങനെ എഴുതാം? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് e പ്ലസ് 2/3 റേസ് ടു n വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എഫ് ഓഫ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, എഫിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം കാരണം എന്താണ്? എഫ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് ഇ പ്ലസ് 2/3 റേസ് ടു n വരും വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് ഓൾറെഡി നമുക്ക് എത്രയാണെന്ന് കിട്ടി? ഇ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് വരും? എഫ് ഓഫ് ഇ. എഫ് ഓഫ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എഫ് ഓഫ് എക്സ് നമ്മൾ ചൂസ് ചെയ്തത് എക്സ് റേസ് ടു 4 ആണ്. അപ്പോൾ എഫ് ഓഫ് ഇ എന്ത് വരും? ഇ റേസ് ടു 4 വരും. അതായത് is equal to, which implies f of e is equal to e raised to 4. അപ്പോൾ നമ്മൾ ലിമിറ്റിൻ്റെ വാല്യൂ എത്രയാണ് വരുന്നത്? e raised to 4 ആണ് വരുന്നത്. ഓക്കെ, ഇനി ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് ആണ്, അതായത് ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിസൺ ടെസ്റ്റ് ആണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് ഇതിൻ്റെ പേര് പറയുന്നത് പോലെ തന്നെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പറയാം. ഓക്കെ, കമ്പാരിസൺ ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് തിയറം നോക്കുക? ഇഫ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an is equal to 0 and mod bn less than or equal to mod an, then limit n tends to infinity bn is equal to 0. അതായത് ഇവിടെ പറയുന്നത് എന്താണ്? ഇതാണ് വലിയ ലിമിറ്റ്, വലിയ സീക്വൻസ്, അതായത് മോഡ് an ആണ് വലുത് വരുന്നത്. അതിനേക്കാളും ചെറിയൊരു സീക്വൻസ് നമുക്ക് വരികയാണെങ്കിൽ അതിൻ്റെ ലിമിറ്റും എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ? 0 ആയിരിക്കും. ഒന്നുകൂടി നോക്കാം. അതായത് ഇങ്ങനെ വരികയാണ്, മോഡ് ബി എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എൻ, വലുതിൻ്റെ ലിമിറ്റ് എന്താണെന്ന് നമുക്കറിയാം? 0 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ചെറുതിൻ്റെ ലിമിറ്റും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മളെ കമ്പാരിസൺ ടെസ്റ്റ് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രൂഫിലേക്കൊന്ന് പോരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്താക്കി എടുക്കാം? ഇവിടെ എ എന്നും ബി എന്നും രണ്ട് സീക്വൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ലെറ്റ് സീക്വൻസ് എ എൻ and sequence bn be two sequences such that, എന്താണ് ഇവിടെ കണ്ടീഷൻ തന്നിരിക്കുന്നത്? മോഡ് ബി എൻ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ എൻ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് എന്ത് കണ്ടീഷൻ തന്നിട്ടുണ്ട്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ എന്ന് പറയുന്നത് 0 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ബി എൻ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമുക്ക് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ 0 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ ലിമിറ്റ് എങ്ങനെയാണ് 0 നമ്മൾ പ്രൂവ് ചെയ്യുക? ഏതെങ്കിലും ഒരു എപ്സിലോൺ വാല്യൂ നമ്മൾ എടുക്കുക. ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ബി ആർബിട്രറി. ഏതെങ്കിലും ഒരു ചെറിയൊരു വാല്യൂ ആയിട്ട് നമ്മൾ ഏത് ചൂസ് ചെയ്യാം? എപ്സിലോൺ നമ്മൾ ചൂസ് ചെയ്യാം. നമുക്കിനി എന്ത് കിട്ടണം? ഒരു ലിമിറ്റ് ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത് ആർബിട്രറി നമ്മൾ ചൂസ് ചെയ്യും. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദെൻ ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ. ഒരു നാച്ചുറൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യൂലേ? ദെൻ ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ n സച്ച് ദാറ്റ്, എന്താ കണ്ടീഷൻ? n സച്ച് ദാറ്റ് മോഡ് എ എൻ മൈനസ് ലിമിറ്റിൻ്റെ വാല്യൂ ഇവിടെ എന്താണ്? 0 എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n. ഇത് നമ്മൾ ഡെഫിനേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അതായത് മോഡ് എ എൻ മൈനസ്, ഇവിടെ ഈ ഒരു ടേം എന്തായിരുന്നു? മോഡ് എ എൻ മൈനസ് എൽ ആയിരുന്നു.
എൽ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി എ എന്ന് പറയുന്നത് 0 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എല്ലിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? 0. അതായത് മോഡ് എ എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ കണ്ടീഷൻ തന്ന കണ്ടീഷൻ എന്താണ്? സിൻസ് മോഡ് ബി എൻ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ എൻ, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തറിയാം? ഫോർ ഓൾ എൻ ഇംപ്ലൈസ് മോഡ് ബി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ എൻ. മോഡ് എ എൻ എന്താണ്? ലെസ് ദാൻ എപ്സിലോൺ ആണ് ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ. അപ്പോൾ ഇത് ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ബി എൻ എന്തായിരിക്കും? ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും അല്ലേ? അതായത് മോഡ് ബി എൻ എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ബൈ ഡെഫിനിഷൻ പ്രകാരം ബൈ എപ്സിലോൺ എൻ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് എൻ ടെൻസ് ടു, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലേ? ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ബി എൻ ഇസ് ഈക്വൽ ടു എന്ത് വന്നു? 0. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ കമ്പാരിസൺ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വലുത് 0ലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചെറുത് എന്ത് ചെയ്യും? 0ലേക്ക് കൺവേർട്ട് ചെയ്യുന്നുള്ളതാണ് നമ്മൾ കമ്പാരിസൺ ടെസ്റ്റ് പറയുന്നത്. ഓക്കെ, ഇനി ഈ കമ്പാരിസൺ ടെസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി നമുക്ക് ഒരു പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഇവാലുവേറ്റ് ദ ഫോളോയിങ് ലിമിറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് പറയൂല യൂസ് കമ്പാരിസൺ ടെസ്റ്റ് എന്നൊന്നും പറയൂല. ആകെ എന്തേ വരുള്ളൂ? ക്വസ്റ്റ്യൻ ഇങ്ങനെ തരും, ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി സൈൻ എൻ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 2 ഇവാലുവേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ നമ്മൾ നോക്കി മനസ്സിലാക്കണം ഇത് ഏത് പ്രോപ്പർട്ടി, നമ്മൾ ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ടാണോ അല്ലെങ്കിൽ കമ്പാരിസൺ ടെസ്റ്റ് വെച്ചിട്ടാണോ എന്നുള്ളത് നമ്മൾ ഒരു ഐഡിയ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ സൈൻ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 2 ആണ് വരുന്നത്. നമുക്കറിയാം വി ഹാവ് സൈനിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് വരിക? 1 വരുള്ളൂ. സൈൻ എക്സിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പോൾ മോഡ് സൈൻ എക്സ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എഴുതിക്കൂടെ? 1 ഇവിടെ ഓൾറെഡി എന്തുണ്ട്? 1/n+2 ഉണ്ട് അല്ലേ? ഇനിയിപ്പോൾ നമുക്ക് എന്തറിയാം? 1/n+2 വലുതാണ് ഏത് വരിക? 1/n വരിക അല്ലേ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n+2 ലെസ് ദാൻ എന്താണ്? 1/n ആണ്. ഇനിയിപ്പോൾ നമുക്ക് എന്തറിയാം? റൈറ്റ് സൈഡിൽ, അതായത് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി 1/n വാല്യൂ. ഓക്കെ, ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി 1/n വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്തറിയാം? 0 ആണെന്നറിയാം. അതായത് ഒരു വലിയ അതായത് 1/n ലിമിറ്റ് എന്താണെന്ന് കിട്ടി? 0 ആണെന്ന് കിട്ടി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ ചെറുതിൻ്റെ ലിമിറ്റ്, ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്രയാണ്? ഈ ഒരു ലിമിറ്റും ഏതിലേക്ക് തന്നെയാണ് കൺവേർട്ട് ചെയ്യുക? 0ലേക്ക് തന്നെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏത് ടെസ്റ്റ് പ്രകാരം? ബൈ കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം നമുക്ക് ഒരു 1 ലൈനിൽ ആൻസർ കിട്ടിയില്ലേ? കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി സൈൻ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ n+2 വാല്യൂ എന്താണെന്ന് കിട്ടി? 0 ആണെന്ന് കിട്ടി. ഒന്നുകൂടെ നോക്കുക, ഇവിടെ ഇപ്പോൾ സൈനിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ലിമിറ്റ് കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് ആകെ പറഞ്ഞതാണ് സൈൻ എക്സിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ എഴുതാം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ n+2 ആണെന്ന് എഴുതാം. ഇതെന്ന് പറയുന്നത് ലെസ് ദാൻ 1/n ആണ്. നമുക്ക് 1/n ലിമിറ്റ് 0 ആണെന്നറിയാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെയുള്ള ഇതിൻ്റെ ലിമിറ്റും എന്തായിരിക്കും? 0 ആയിരിക്കും. ഇത് ബൈ കമ്പാരിസൺ ടെസ്റ്റ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി -1/n പ്ലസ് n ഡിവൈഡഡ് ബൈ n. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. -1 n പ്ലസ് n ഡിവൈഡഡ് ബൈ n. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ലിമിറ്റ്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അറിയാം? മോഡുലസ് ഓഫ് -1n ഡിവൈഡഡ് ബൈ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? മോഡുലസ് വാല്യൂ ആണ്. അതായത് -1n എന്ന് പറയുമ്പോൾ എന്താ? n-ന് ഈവൺ പവർ വരുമ്പോൾ 1ഉം n-ന് ഓഡ് വരുമ്പോൾ -1 ഒക്കെയാണ് വരിക. പക്ഷേ ഇത് മോഡുലസിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ അബ്സല്യൂട്ട് വാല്യൂ ആണ് നമുക്ക് കിട്ടുക. അതായത് ഇതെപ്പോഴും എന്താണ്? 1/n ആണെന്ന് നമുക്കറിയാം. ഓക്കെ,
അതേപോലെ തന്നെ നമുക്ക് എന്തറിയാം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n വാല്യൂ നമുക്ക് എന്തറിയാം 0 ആണെന്നും നമുക്ക് അറിയാം. ഓക്കെ, ഇനി നിങ്ങൾ നോക്കി നോക്കുക. അപ്പം -1/n മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് 1/n ആണ്, ലിമിറ്റിംഗ് വാല്യൂ 0 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹെൻസ് ബൈ കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി -1/n ഡിവൈഡഡ് ബൈ n വാല്യൂ എന്താണെന്ന് കിട്ടി? 0 ആണെന്ന് കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്താൽ പോരെ? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി -1/n പ്ലസ് n ഡിവൈഡഡ് ബൈ n ഇസ് ഈക്വൽ ടു, ഇതിനെ എനിക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി -1/n ഡിവൈഡഡ് ബൈ n പ്ലസ് n ബൈ n നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. ഒരു ഡിനോമിനേറ്റർ അല്ലേ, അപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നതുകൊണ്ട് വിഷയമില്ല. ദാറ്റ് ഈസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി -1/n ഡിവൈഡഡ് ബൈ n പ്ലസ് 1. ഓക്കെ, ഇനി ഇത് ഓൾറെഡി നമുക്ക് എന്താണെന്ന് അറിയാം. കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം നമുക്ക് ഇത് എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്? 0 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. 0 പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വന്നു? 0. ഇങ്ങനെയാണ് നമ്മൾ കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം നമ്മളിത് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഇത് കംപ്ലീറ്റ് എടുക്കാഞ്ഞ്, അതായത് -1/n പ്ലസ് n ഡിവൈഡഡ് ബൈ n അതിൻ്റെ മോഡുലസ് വാല്യൂ എല്ലാം എടുക്കേണ്ടത്. നമുക്ക് ഇവിടെ എന്താണ് കൺഫ്യൂഷൻ ഏതിലാണ് വരുന്നത്? ഈ ഒരു ഇത്, അതായത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി -1/n ഡിവൈഡഡ് ബൈ n ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും എന്നുള്ളതിലാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് അല്ലേ. കാരണം ഇവിടെ ഒരു n വരുന്നുണ്ട്, മേലെ റേസ് ടു n വരുന്നുണ്ട്, താഴത്തെ n പ്രശ്നമില്ല. ഇനി ഇത് ഏതിലേക്കാണ് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതിലൊരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് നമ്മൾ ഏത് ടെസ്റ്റ് അപ്ലൈ ചെയ്തത്? കമ്പാരിസൺ ടെസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്തത്. ഓക്കെ, താങ്ക് യു.